നമസ്കാരം, എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടീ ടൈം സ്നാക്കുമായിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് സമൂസ. ഇതിന് പ്രത്യേകിച്ച് സമൂസ ഷീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ മാവ് പരത്തിയെടുത്താൽ മതി. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഇതിലേക്ക് വെക്കുന്ന ഫില്ലിങ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഏവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സമൂസ. ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടിക്ക് പകരം അണ്ടിപ്പരിപ്പ് എടുക്കാം, അല്ലെങ്കിൽ ബദാം എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ച കപ്പലണ്ടിയോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയോ എടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. നമ്മൾ ഉണ്ണിയപ്പത്തിലേക്കൊക്കെ ചേർക്കുന്നത് പോലെ, അല്ലെങ്കിൽ പായസത്തിൽ ചേർക്കുന്ന പോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കില്ലേ, അതേപോലെ അരിഞ്ഞ തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചിട്ടോ അല്ലെങ്കിൽ ചിരവ കൊണ്ട് ചിരവിയോ എങ്ങനെ വേണമെങ്കിലും തേങ്ങ ഇതിലേക്ക് ചേർക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും, ഒന്നുകിൽ അരിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ ചിരകി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിത് ഈ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അവൽ ചേർക്കാം. വെള്ള അവലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള അവലോ ചേർത്ത് കൊടുക്കാം. ഈ അവൽ ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരും, നല്ലൊരു മണമൊക്കെ വരും. ആ സമയം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കളറൊന്നും ചേഞ്ച് ആവണ്ട. ചൂടാകുന്ന സമയത്ത് തന്നെ കട്ടിയില്ലാത്ത അവലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ആ ഒരു പാകം വരെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഈ ചേരുവകളൊന്നും ഞാൻ പ്രത്യേക ഒരു അളവ് പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയും കപ്പലണ്ടിയും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം, അതുപോലെ വേണമെങ്കിൽ ഉണക്കമുന്തിരി ചേർക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരമുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് പോലെയുള്ള എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. അതായത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് തയ്യാറാക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ റവ കൂടി ചേർക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ് റവ ചേർക്കുന്നത്. ഇതേപോലെയുള്ളൊരു മീഡിയം രീതിയിലുള്ള സ്പൂണിന് 2 സ്പൂൺ റവയാണ് ചേർക്കുന്നത്. ഒരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ മാവ് തയ്യാറാക്കില്ലേ, അതേപോലെയുള്ളൊരു മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകരുത്. അതുകൊണ്ട് ഇത് ആ ഒരു കറക്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കണം. വെള്ളം ആദ്യമേ ഒത്തിരി ഒഴിക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇതാ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ ആ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ കപ്പലണ്ടിയും തേങ്ങയൊക്കെ ഇല്ലേ, അതിലേക്ക് നമ്മൾ ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം ചെറുതായിട്ട് അരിയാമോ അത്രത്തോളം ചെറുതായിട്ട് അരിയുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരല്പം പഞ്ചസാര ഏലക്ക കൂടി പൊടിച്ചതാണ് അല്പം ചേർത്ത് കൊടുക്കുകയാണ്. മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2-3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ പഞ്ചസാര ചേർക്കുന്നില്ലെങ്കിൽ ഏലക്ക ഒരല്പം പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം. നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടും. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടോടെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കണ്ട. ചൂടാറിയതിന് ശേഷം പഴവും പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സമൂസയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒന്ന് പരത്തിയെടുക്കാം. മാവ് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പൊടിയൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരുന്ന പഴത്തിൻ്റെ ഒരു കൂട്ടില്ലേ, അത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഒരു പാതിയോളം നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അരികിലേക്കൊന്നും വെക്കണ്ട. ആ നടുക്ക് വശത്ത് മാത്രം നമുക്കിതുപോലെയൊന്ന് വെക്കാം.
ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക. ഒരു പാതിയോളം ഭാഗത്ത് വെള്ളം ഇതുപോലെ കുറച്ച് വിരലിലൊന്ന് തൊട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഈ മാവ് തമ്മിലൊന്ന് ഒട്ടിക്കാൻ വേണ്ടി, അതായത് ഈ ഒരു വശം ഇങ്ങനെ മടക്കി ഒട്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുന്നത്. ആ പഴത്തിൻ്റെ കൂട്ട് വെളിയിൽ വരാത്ത വിധത്തിൽ നല്ലതുപോലെ അമർത്തി ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഫോർക്കോ മറ്റോ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താലും മതി. അപ്പോൾ ഒരു ഡിസൈനുമാകും, നല്ലതുപോലെ ഒന്ന് പ്രസ്സായി കിട്ടുകയും ചെയ്യും. ഇതാ നമ്മുടെ ആദ്യത്തെ സമൂസ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ കുറച്ചിടുക. അതിനുശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന സമൂസ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം രീതിയിൽ തീ വെച്ചാൽ മതിയാകും. അതിനുശേഷം ഈ സമൂസ നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് ഒരു വശം മൂത്ത് വരുന്ന സമയത്ത് മറുവശത്ത് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ഇത് ആദ്യത്തേത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇതുപോലെ ബാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളിൽ നല്ല ഹെൽത്തി ആയി ഫീലിംഗ് ഉള്ള സിമ്പിൾ സമൂസ, ആർക്കും തയ്യാറാക്കാവുന്ന സമൂസ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇതിന് പ്രത്യേക സമൂസ ഷീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇതുപോലെ ഉള്ളിൽ ആ പഴവും നട്ട്സും ഒക്കെ ചേർന്ന് നല്ലൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ ഒരു സമൂസയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തയ്യാറാക്കി നോക്കണം. അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.